ഇനി എല്ലാവരും പറയുന്ന പോലെ അനിയും നന്ദുവും നേരത്തെ ഇങ്ങനൊരു പ്ലാനിങ് നടത്തിയായിരുന്നോ? അതെന്താ നവീനേട്ടൻ അങ്ങനെ പറഞ്ഞേ? അല്ല, വേണുവിനെ മകളെ ഇളക്കി വിട്ടത് അനിയാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. നന്ദു അത്തരം വൃത്തിയായിട്ട് കളിക്കൊന്നും കൂട്ടി നിൽക്കില്ല. പക്ഷേ അവൻ അവന്തിയെ കല്യാണം കഴിക്കുന്ന ഒരു താല്പര്യം ഇല്ലായിരുന്നല്ലോ. അനിയുടെ കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും അങ്ങനത്തെ വളഞ്ഞ വഴിക്കൊന്നും പോയിട്ടില്ല. എനിക്ക് പിന്നെ അതിന്റെ കാര്യമില്ലല്ലോ. ഞാനിപ്പോ വന്നതേ നന്ദുവിനെ വിമർശിക്കാനൊന്നും അല്ല. എന്റെ വീട്ടില് മുത്തശ്ശൻ നിർബന്ധിച്ചപ്പോ അമ്മൊന്ന് അയഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇത്തിരി തൻ്റെയോടുള്ള പെൺകുട്ടിയാണെങ്കിലും അതുമായി മുന്നോട്ട് പോവാന്നാ അമ്മ പറയുന്നത്. അപ്പൊ അമ്മ പച്ചക്കൊടി കാണിച്ചല്ലേ? അച്ഛൻ വരുന്നുണ്ട് ഉടനെ. തിരിച്ചു പോകുന്നതിന് മുമ്പ് എന്റെ കല്യാണം നടത്തണമെന്ന് എല്ലാരും പറയുന്നത്. എന്നാ പിന്നെ പോയി ആ പെങ്കൊച്ചിനോട് കാര്യങ്ങൾ പറഞ്ഞൂടെ? അങ്ങനെ പറയാനാ വന്നത്. അതിനെന്താ, എന്റെ കൂട്ടു വേണോ? വേണമെങ്കിൽ ഞാനും വരാം അവളെ കാണാനായിട്ട്. നന്ദു കൂട്ടുവരുമൊന്നും വേണ്ട. ഇനി എനിക്ക് ആ പെൺകുട്ടിയെ കാണാൻ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി എന്റെ മുന്നിൽ തന്നെയുണ്ട്. അതെ നന്ദു, നിന്റെ ധൈര്യം, നീ തെറ്റിനെതിരെ എടുക്കുന്ന നിലപാടുകള് ഒക്കെ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നിന്നോട് എനിക്കൊരു ആരാധന ഉണ്ടായിരുന്നെങ്കിലും അതിനപ്പുറം അത് വളർന്നിട്ടില്ല. എന്നാ ഇപ്പൊ അങ്ങനെയല്ല. അന്ന് അനിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തിടപഴകിയപ്പോ നന്ദുവിനെ ഞാൻ കൂടുതൽ മനസ്സിലാക്കി. പിന്നീട് നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്തപ്പോ ആ ഇഷ്ടം അങ്ങ് കൂടി. അതേ നന്ദു, ഇനി വളച്ചിട്ടില്ലാതെ പറയാം. എന്റെ മനസ്സിനെ സ്വാധീനിച്ച, എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് ആ പെൺകുട്ടി വേറെ ആരുമല്ല, അത് നന്ദുവാ. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? ഇല്ല. ഇന്നത്തെ കാലത്ത് പരസ്പരം സംസാരിച്ച ധാരണയിൽ എത്തിയിട്ട് ആണും പെണ്ണും വിവാഹത്തിലേക്ക് പോകുന്നതാണ് നല്ലത്. അറിയാത്ത രണ്ടാൾക്കാർ തമ്മിൽ ഒന്നിക്കുന്നത് കുടുംബജീവിതത്തിന് ഗുണകരമാവുമെന്ന് തോന്നില്ല. എനിക്ക് നന്ദുവിനെ അറിയാം, നന്ദുവിന്റെ കുടുംബത്തെ അറിയാം. തിരിച്ചു അങ്ങനെ തന്നെ. അതുകൊണ്ട് നോ പറയരുത്. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാ നമ്മൾ ഒന്നിച്ച് നടക്കുമ്പോഴും ഞാൻ പലപ്പോഴും മനസ്സിലാവുന്ന രീതിയിൽ ഓരോന്നും പറയുമ്പോഴും നന്ദു സംശയിച്ചില്ല. എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവുമെന്നും കരുതിയില്ല. അതുകൊണ്ടാണ് നന്ദു ഷോക്കായതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഇക്കാര്യം ഒരാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അനിയോട്.